ഇങ്ങോട്ട് ഇറങ്ങടി. ഇങ്ങോട്ട് ഇറങ്ങടി. ചന്ദ്രേ, വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. ഞാനാണോ പ്രശ്നം ഉണ്ടാക്കുന്നത്? ആണോ? വെപ്പാട്ടിയോടൊപ്പം ജീവിക്കാൻ ഞാൻ തന്നെ സമ്മതിക്കില്ലടോ. ആരുടെ കാറാണെന്ന് വെച്ചാടി ഞെളിഞ്ഞു കയറിയിരിക്കുന്നേ? ഇതെന്റെ ഭർത്താവിന്റെ കാറാ. ഇതിൽ കയറിയിരിക്കാൻ നിനക്ക് എന്താ അവകാശം? പറടി, എന്താ നിനക്ക് അവകാശം? മിണ്ടാട്ടോ ഇല്ലല്ലേ? നിന്നെ കൊണ്ട് പറയിപ്പിക്കാടി. എന്റെ ദേഹത്ത് തുടരുത്. തൊട്ടാ നീ വിവരം അറിയും. നിനക്ക് എന്ത് തോന്നിവാസം വേണമെങ്കിലും കാണിക്കാം. ഞാനൊന്നും ചെയ്യാൻ പാടില്ല അല്ലടി. കുറെ നാളായി ഞാനിത് സഹിക്കുന്നു. എന്നെ വേണ്ടെങ്കിൽ എന്തിനാണ് എന്നെ കല്യാണം കഴിച്ചത്? സഹിക്കുന്നതിനൊരതിരില്ലേ? ഒരു സ്ത്രീയല്ലേ ഞാൻ? ഇവളൊറ്റ ഒരുത്തി എന്റെ ഭർത്താവിനെ നശിപ്പിക്കുന്നത്. ചന്ദ്ര, വിവരക്കേട് പറയരുത്. താൻ മിണ്ടരുത്. തനിക്കുള്ളത് ഞാൻ വീട്ടിൽ ചെന്നിട്ട് തരും. ഇന്നങ്ങോട്ട് വരുമല്ലോ, ബാക്കി അവിടെ. ഭാര്യ വേണോ കാമുകി വേണോ തീരുമാനിക്കും സാറേ. എന്നിട്ട് ഒരാളുടെ കൂടെ നിൽക്ക്. വെറുതെ എന്തിനാ രണ്ടു വള്ളത്തിൽ കാല് വെക്കുന്നേ? അങ്ങനെ വെച്ചാലേ കാല് കീറിപ്പോ. സിധു, വണ്ടി എടുക്കപ്പോ. എന്താ മോനെ? അമ്മ തിരക്കിലാണോ? ഇല്ല. എന്താ? ഞാനൊരു വീഡിയോ അയച്ചിട്ടുണ്ട്, അതൊന്ന് നോക്കിയേ. എന്തേലും കുഴപ്പമുണ്ടോ മോനെ? പലവട്ടം ഞാൻ മുന്നറിയിപ്പ് കൊടുത്ത കേട്ടില്ല. അനുഭവിച്ചല്ലേ പറ്റൂ. അമ്മ വീഡിയോ ഒന്ന് കാണും. ആ ശരി മോനെ. ആരാ പാർവതി? ശരത്ത, അവനെന്തോ വീഡിയോ അയച്ചിട്ടുണ്ടെന്ന് കാണാൻ പറഞ്ഞു. എന്നെ വേണ്ടെങ്കിൽ എന്തിനാണ് എന്നെ കല്യാണം കഴിച്ചത്? സഹിക്കുന്നതിനൊരതിരില്ലേ? ഒരു സ്ത്രീയല്ലേ ഞാൻ? ഇവളൊറ്റ എന്റെ ഭർത്താവിനെ നശിപ്പിക്കുന്നത്. അമ്മേ, എന്തോന്നാ പാർവതി നമ്മളീ കാണുന്നേ? ഇങ്ങനെ ഒരു നാണക്കേട് വരുത്തി വെച്ചല്ലോ അവള്. പറഞ്ഞ കേക്കണ്ടേ അമ്മേ? അവൾ എന്ത് പറഞ്ഞാലും അത് വേദവാക്യൊന്നും വിചാരിച്ചിരിക്കല്ലേ ഇവിടെ ചിലര്. ഇനിയിപ്പോ എന്തോ ചെയ്യും? ഇത് ആളുകൾ മുഴുവനും കാണില്ലേ? നാണക്കേടുണ്ടാവില്ലേ? അതെങ്ങനെ സഹിക്കും പാർവതി? ഇനി ഒരു ചർച്ചയില്ല. ഇനി അവളെ ഈ വീട്ടിൽ കയറ്റുന്ന പ്രശ്നമില്ല. പുകഞ്ഞ കൊള്ളി പുറത്ത്.
ഇനി അവളെ ഈ വീടിന് വേണ്ട. എവിടെയെങ്കിലും പോട്ടെ, നശൂലം പിടിച്ചവള്. ഇത്രയും ധൈര്യം പാടില്ല ആർക്കും. സിദ്ധുവിനെ മറക്കാൻ പറ്റില്ലായിരുന്നെങ്കിൽ എന്തിനാ പിന്നെ കല്യാണം വേണ്ടെന്ന് പറഞ്ഞ് മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്നേ? അവനെ അങ്ങ് കെട്ടിയാ പോരായിരുന്നോ? ആ ചന്ദ്രമോളി ചെയ്തതിൽ ഒരു തെറ്റുമില്ല. ഞാൻ അവളുടെ കൂടെയാ. ഞാനും. ശരത്തെ, കണ്ടോ അമ്മേ? കണ്ടു. നിനക്കിത് എവിടുന്നാ കിട്ടിയത്? അതാ ദൈവം ഉണ്ടെന്ന് പറയുന്നത്. എന്റെ മുമ്പിലാ ഇങ്ങനെയൊക്കെ നടന്നത്. ആ പിന്നെ തൽക്കാലം ഈ വീഡിയോയെ കുറിച്ച് ആരോടും പറയണ്ട. ഇതിന്റെ നാണക്കേട് നമുക്കൂടെ. എപ്പോഴെങ്കിലും ആവശ്യം വന്നാൽ മാത്രം ഇത് പുറത്തെടുത്താൽ മതി. ശരി മോനെ. കുടുംബസ്നേഹം ഉള്ളവനാ ശരത്ത്. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഈ വീഡിയോ നാട് മുഴുവൻ പടർത്തി നാറ്റിച്ചേനെ. അവൻ ഇതാരും അറിയരുതെന്നുണ്ട്. വീഡിയോയെ കുറിച്ച് ഞാനൊരു അക്ഷരം മിണ്ടില്ല. പക്ഷേ അവളെ ഞാൻ ഇവിടുന്ന് തെറിപ്പിക്കും. അതുറപ്പാ.